സർ, വെൽക്കം ടു VMC മലയാളം വേലായുധൻ സർ. എന്തൊക്കെയാണ് മാഷേ VMCയിലെ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം മാഷിൻ്റെ അനുഭവങ്ങൾ പറയൂ. എൻ്റെ അനുഭവം എന്ന് പറയണമെങ്കിൽ ആദ്യം കുറേ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ആ ദേഷ്യം കോപമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻ്റായി എല്ലാത്തിനും അംഗീകരിക്കാനുള്ളൊരു മനസ്സ് വന്നു. അപ്പോൾ ആരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് ശാന്തമായിട്ട് പിന്നെ ഞാൻ പഴയതുമാതിരി തന്നെ നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ അങ്ങനെ പെരുമാറാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ മുന്നേ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മടമ്പിന് എത്ര ഒരു 10-20 വർഷങ്ങളോളായിട്ട് കുറേ മരുന്നൊക്കെ കഴിച്ചതിൻ്റെ വേദന മാറുന്നില്ല മരുന്ന് കഴിച്ചു. പിന്നെ ഈ വേദന എങ്ങനെയാണ് മാറിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, എത്രയോ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്തിട്ടൊന്നും മാറാത്തത്, ഇതിപ്പോൾ എങ്ങനെയാണ് മാറിയത്? അതൊരു അത്ഭുതം. മെഡിറ്റേഷനിൽ വന്ന് എത്ര കാലത്തിനാണ് ഈ മാറ്റം വന്നത്? മെഡിറ്റേഷൻ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ പിന്നെ സീമാജിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ടുണ്ട്. അതിന്റെ മുന്നേ ഞാൻ വേറെ തെലുങ്കില്, ഞാൻ ആന്ധ്രയിലായിരുന്നു, തെലുങ്കിലുള്ള അതിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ വന്നതിന് ശേഷമാണ് നല്ല ക്ലാരിറ്റിയും ധ്യാനത്തിനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞു. മലയാളത്തിൽ നമ്മൾ ആചരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, നമ്മൾ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് അംഗീകരിക്കുകയും അവരോട് മാപ്പ് പറയുകയും, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് തെറ്റ് ചെയ്തവരടുത്ത് നമ്മൾ പിന്നെ അതിന് ക്ഷമാപണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ നിരന്തരം സീമാജിൻ്റെ ക്ലാസ് കേട്ടതോടു കൂടിയാണ്. അതോടുകൂടിയിട്ട് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഈ നിലയിലെത്തിയ ആളാണ്. ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞെങ്കിൽ ഞാനൊരു സമാധാനമുള്ളൊരു കോടീശ്വരനാണ്. സമാധാനമുള്ളൊരു കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ സമാധാനമുള്ളൊരു കോടീശ്വരനാണ്. സമാധാനമുള്ളൊരു കോടീശ്വരനാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫ് എന്നും പറയും, ഈ എന്താണ് ഈ കഷ്ടപ്പാട്, നിങ്ങൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കണം, എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കണം, ഇറച്ചിയും മീൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നും കച്ചറേന്. 2 ബ്രാഹ്മണന്മാരുണ്ട്, ഓർക്ക് ഉണ്ടാക്കി കൊടുക്കണം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നും കച്ചറ. ഇതിങ്ങനെ വെജിറ്റേറിയൻ കഴിക്കണോണ്ടാണോ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്? വെജിറ്റേറിയൻ ഉണ്ടാക്കണം, മറ്റവർക്ക് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര കച്ചറേന്. ഇയാള് വീട്ടിലേക്കൊന്നും ഇറച്ചി മീനൊന്നും കൊണ്ടുവരുന്നില്ല, ഇയാളെ കാരണത്താൽ എന്നെയും കൂടെ പട്ടിണിക്കിട്ടാണ്, എനിക്ക് ഇറച്ചി മീനൊന്നും കൊണ്ടുവരുന്നില്ല, കോഴിമുട്ട കൊണ്ടുവരുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് നിരന്തരം അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചോദിച്ചെങ്കിൽ മാറി കുറേ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കഴിക്കാൻ തോന്നൂല. അങ്ങനെയായി നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് വെറുത്ത് ഇപ്പം നോൺ വെജിറ്റേറിയൻ മാറി പ്യൂർ വെജിറ്റേറിയൻ ആയി. പിന്നെ അതുപോലെ തന്നെ ധ്യാനത്തിനെ കുറിച്ചിട്ട് ഇത് നല്ല അഭിപ്രായം അല്ലായിരുന്നു. അപ്പം ഞാൻ ഇവളും കൂടി ധ്യാനത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറിലിടും. അതായത് ഒരു പോർട്ടബിൾ സ്പീക്കർ ഉണ്ട്, അതിലിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ അങ്ങനെ നിരന്തരം ഞാൻ എന്തെങ്കിലും പണി ചെയ്യായിരിക്കും, അവരും എന്തെങ്കിലും പണി ചെയ്യായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കും. അങ്ങനെ ഈ ക്ലാസ്സുകളൊക്കെ കുറേ സീമാജിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഓളിൽ ഒരുപാട് മാറ്റം വന്ന് ഇടയ്ക്കൊക്കെ വന്നിട്ട് ധ്യാനം ചെയ്യും. പിന്നെന്താ വെച്ചാൽ ഒരു സീരിയലിൻ്റെ മൂർത്തിയാണ്, സീരിയൽ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യും, ഇടയ്ക്ക് ചെയ്യില്ല. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ മരുന്നും കാര്യവും അതൊക്കെ വിട്, പിന്നെ എല്ലാത്തിനും ശ്രേഷ്ഠമായത് ധ്യാനമാണ്. ആ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യതയിലേക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറുകയാണ്. എന്തായാലും കുറേ മാറ്റങ്ങളുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മളെ കുടുംബങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് വേറെ രൂപത്തിൽ ഒരു ശത്രുഭാവത്തിൽ നോക്കിയിരുന്ന ആൾക്കാർ വരെ നമ്മളോട് നല്ലൊരു സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് നമ്മളോട് നോക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു വലിയ ഇവരിലൊക്കെ എങ്ങനെ ഒരു മാറ്റം വന്നത് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, അവരുടെ ഭാവത്തിലും സംസാരത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി തന്നെ ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ആ ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ഇയാളെ മനസ്സിൽ എന്താണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണോ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മൾ അങ്ങനെ പോകും. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ധ്യാനത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരു ദിവസം ഒന്നും പറഞ്ഞാൽ തീരുമില്ല, അത്രയും നല്ല അനുഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് നിരന്തരം എന്താ വെച്ചെങ്കിൽ എന്നോ ചെയ്യേണ്ടതായിരുന്നത് കുറേ വൈകിപ്പോയി ധ്യാനത്തിൽ വരാനായിട്ടെന്നാണ് ഇപ്പോൾ എൻ്റെ ഇത്. അപ്പോൾ എൻ്റെ ആനന്ദം എന്ന് പറയണമെങ്കിൽ ധ്യാനമാണ്. ധ്യാനത്തിൽ ആ ശൂന്യതയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ആനന്ദം വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെ,
കണ്ടിന്യൂ സമയം കിട്ടുമ്പോൾ ഒക്കെ ധ്യാനം ചെയ്യുക, മറ്റുള്ളവർക്ക് നമ്മോട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക. നമ്മോട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, സാമ്പത്തികം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തണുപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ആശ്വാസവാക്കുകൾ, ഇങ്ങനത്തെയൊക്കെ നമ്മളോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ. സാമ്പത്തികമായിട്ട് വലിയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളേതായ ഒരു ലോകത്ത് കൂടി ഒതുങ്ങി ജീവിക്കുകയാണ്. പുറത്ത് അധികം കറങ്ങി നടക്കാണ്ട് കൃഷിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ഒരു എളിമയോടുള്ളൊരു ജീവിതമായിട്ട് അങ്ങനെ നയിക്കുകയാണ്. എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് ഇപ്പോൾ. എല്ലാവരോടും ആ ക്രൂരഭാവം, ശത്രുഭാവം അതൊക്കെ മനസ്സിൽ നിന്ന് പോയി. അങ്ങനെയൊന്നും മനസ്സിൽ നിൽക്കണില്ല ഇപ്പോൾ. ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നും എനിക്ക്. ദേഷ്യം തോന്നി കഴിയുന്നെങ്കിലും അത് എത്ര പെട്ടെന്നാണ് അത് പിന്നെ അങ്ങനെ തത്തു വീണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. മെഡിറ്റേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ എല്ലാവരോടും ഒന്ന് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ റോഡിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് ചളി കെട്ടി കിടക്കുന്നുണ്ട്. പലരോടും പറയാറുള്ളതാണ്, ഈ ചളി കെട്ടി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ മഴത്തുള്ളി വീടുണ്ടെങ്കിലോ വെള്ളം കുടഞ്ഞു ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചളി പിളിയാവുള്ളൂ. നല്ല മഴ പെയ്ത് കഴിയുന്നെങ്കിൽ ആ ചളിയൊക്കെ പോയിട്ട് റോഡ് നല്ല ക്ലീനാവും. ഇതേമാതിരി നമ്മൾ നിരന്തരം ധ്യാനത്തിൻ്റെ സമയം നമ്മൾ കൂട്ടി നമ്മൾ ധ്യാനം നിരന്തരം നല്ല ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. ഇതെല്ലാം യൂണിവേഴ്സ് ഏറ്റെടുത്തോളും, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ സീമാജിയുടെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നത്. അതുകൊണ്ട് സീമാജിക്ക്, സുഭാഷ് സാറിനും അതുപോലെ തന്നെ ഡോക്ടർ ബ്രഹ്മർഷി സുഭാഷ് പത്രിജി സാറിനും എത്ര നന്ദി പറഞ്ഞാലും